ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് യൂണിറ്റ് 8 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ 7th യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രോബ്ലംസും തിയറി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് 8th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ് യൂണിറ്റിന്റെ പേര്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഓവർഹെഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓവർഹെഡ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഓവർഹെഡ്, ലേബർ, മെറ്റീരിയൽ ഇതെല്ലാം നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം നമുക്ക് ഓവർഹെഡിനെ കുറിച്ചിട്ട് കുറച്ച് വൈഡായിട്ട് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് എന്താ പറയുന്ന കൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ്സ് ആണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് അതിന്റെ എല്ലാം ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ ഡയറക്റ്റ് കോസ്റ്റിനും നമ്മൾ പ്രൈം കോസ്റ്റ് എന്നും എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനും നമ്മൾ ഓവർഹെഡ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് എ പ്രൊഡക്റ്റ് കോസ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ഈച്ച് ഓഫ് ദീസ് ക്യാൻ ബി എയ്തർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അപ്പൊ എന്താ പറയുന്നത്? ഒരു പ്രൊഡക്റ്റിന്റെ മൊത്തം കോസ്റ്റിന്റെ 3 ഫാക്ടർ ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഏതായിരുന്നു? മെറ്റീരിയൽ, പിന്നെ ലേബർ, എക്സ്പെൻസസ്. ഈ 3 ഫാക്ടറിലും എന്തുണ്ട്? ഡയറക്റ്റ് ആയിട്ടുള്ളതുണ്ട്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസും ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസും ഉണ്ട്. ഇനി ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിനോട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? ഡയറക്ട്ലി ലിങ്ക് ചെയ്യാത്ത തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഓവർഹെഡ് എന്നും പറയാറുണ്ട്. ഇനി ഓവർഹെഡിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ? ലൂബ്രിക്കൻസ്, ക്ലീനിങ് മെറ്റീരിയൽസ്. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൂബ്രിക്കൻസ് ഓയിൽ ഇല്ലേ, അത്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ ഇൻഡയറക്റ്റ് ലേബറിൽ എന്താ പറയുന്നത്? വാച്ച്മാന്, ക്ലർക്ക്, അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ലേബർ ആയിട്ട് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ റെന്റ്, ഡെപ്രിസിയേഷൻ, ഇലക്ട്രിസിറ്റി, ഇത്രയൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും നമ്മൾ എന്തെന്ന് പറയും? ഓവർഹെഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഓവർഹെഡിന് എന്തൊക്കെയാ? ഓവർഹെഡ് ആർ ആൾസോ നോൺ ആസ് സപ്ലിമെന്ററി കോസ്റ്റ്. എന്താണ് സപ്ലിമെന്ററി കോസ്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്? ഓവർഹെഡ് സപ്ലിമെന്ററി കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഓവർഹെഡ് എന്താണ്, ഇതിന്റെ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്. നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് ഓവർഹെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫാക്ടറി ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പം അതൊക്കെ എന്താണ്? ഓവർഹെഡിന്റെ ഓരോ ഭാഗങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ആണ്. അപ്പം 3 ബേസിലാണ് ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എലമെന്റ് വൈസ്, സെക്കൻഡ് ഫംഗ്ഷന്, തേർഡ് ബിഹേവിയർ. ഈ 3 ഫംഗ്ഷനിലും സബ് പോയിന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താണ്? എലമെന്റ് വൈസ് ഉള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചതാണല്ലേ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? These are material used in factory but are not directly part of the finished product. എന്താകുന്നില്ല? ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ഡയറക്റ്റ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ആവുന്നില്ല. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു ടച്ചപ്പ് ഇല്ല. And their cost is small or difficult to trace per unit. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ പ്രൊഡക്റ്റിന്റെയും കൃത്യമായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറ്റില്ല? കണക്കാക്കാൻ കഴിയാത്തവയാണ് ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓയിൽസ് ഒക്കെ, അപ്പൊ അതിന്റെ ഒക്കെ കോസ്റ്റ് നമുക്ക് ഓരോന്നിന്റെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾസ് പറയുന്നത് എന്താ? അതുപോലെ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫോർ മെഷീൻസ്, കോട്ടൺ വേസ്റ്റ് ഫോർ ക്ലീനിങ്, നട്ട്സ്, ബോൾട്ട്, ഗ്ലൂ പോളിഷ്, ഇത്രയൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയും. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ലേബർ.
ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താവും? ദീസ് ആർ വേജസ് പെയ്ഡ് ടു എംപ്ലോയീസ് who are not directly involved in producing the goods. Indirect എന്താ പറയുന്നത്? അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ വേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? ബട്ട് ഹു ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഇൻഡയറക്ട്ലി ഓർ സപ്പോർട്ട് ദി ബിസിനസ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊഡക്ഷൻ നടത്താൻ സഹായിക്കുന്ന ആളുകളാണ്, വർക്കേഴ്സ് ആണ് അല്ലെ. പിന്നെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ? സൂപ്പർവൈസേഴ്സ്, സ്റ്റോർ കീപ്പേഴ്സ്, വാച്ച്മാൻ, മെയിൻ്റനൻസ് സ്റ്റാഫ്, അക്കൗണ്ടൻസ്. ഇത്രയാണ് അതിന്റെ എക്സാമ്പിൾസ്. ദെൻ അതിലത്തെ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താന്ന് പറഞ്ഞു, ലേബർ എന്താന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? All the other overhead costs that are neither material nor labor fall under this category. Indirect expenses എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ നമ്മൾ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ നമുക്ക് എന്ത് ചെയ്യില്ല, കണക്കാക്കാൻ കഴിയാത്ത, എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ മറ്റ് കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. മറ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. കാരണം എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ മെറ്റീരിയൽസിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലേബറിലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയൂല. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉള്ള ചെലവുകളിൽ അത് കൂടുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിയാൽ റെന്റ് ഓഫ് ദി ഫാക്ടറി ഓർ ഓഫീസ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പൊ അത്രയൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലേ, ഫംഗ്ഷൻ വൈസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ വൈസിലെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആണ് അല്ലേ. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതിൽ ദീസ് ആർ ഇൻഡയറക്റ്റ് കോസ്റ്റ് ദാറ്റ് അറൈസ് ഇൻ ദി ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ ഏരിയ. ഇത് എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. അപ്പൊ ഫാക്ടറിയിലെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് എന്ത് ചെയ്യുന്നില്ല, ഡയറക്ട്ലി ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുത്തുന്നില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആയിട്ട് പറയുന്നത്. ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ഷനുമായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡയറക്ട്ലി ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് ഇതിൽ പറയുന്നത്? പ്രൊഡക്ഷൻ ഓവർ ഹെഡിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് പറയുന്നത് കേട്ടില്ലേ? സൂപ്പർവൈസർ സാലറി, മെഷീൻ മെയിൻ്റനൻസ്, ഫാക്ടറി റെന്റ് ആൻഡ് ലൈറ്റിംഗ്, കൺസ്യൂമബിൾ ടൂൾസ്. അപ്പം ഇത്രയും അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. ഇതെല്ലാം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. കാരണം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലെല്ലാം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാണ് പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം പറഞ്ഞതാണ്. വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, അല്ലാതെ വൈഡാക്കി പോകുന്നില്ല. ദെൻ നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. ഇതിലെന്താ പറയുന്നത്? ജനറൽ മാനേജ്മെന്റ് കോസ്റ്റ് റിലേറ്റഡ് ടു ജനറൽ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഈ കോസ്റ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഒരു അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകളാണ് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സിൽ പറയുന്നത്. അതുപോലെ തന്നെ
It includes the operation of the head office and administrative staff. അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? സ്റ്റാഫ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജ്മെന്റ്, പിന്നെ എന്ത് ഫിനാൻസ് കൺട്രോൾ, അങ്ങനെ അതുപോലെ പ്ലാനിങ് തുടങ്ങിയ ഓഫീസ് പ്രവർത്തനങ്ങൾ വരുന്ന എല്ലാ ചെലവുകളും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഓഫീസിന്റെ റെന്റ്, സാലറീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഓഫീസ് സ്റ്റേഷനറി, ഓഫീസിലേക്ക് ആവശ്യമുള്ള സ്റ്റേഷനറീസിന്റെ കോസ്റ്റ്, അതുപോലെ തന്നെ ലീഗൽ ആൻഡ് ഓഡിറ്റ് ചാർജസ്. ഇതൊക്കെയാണ് അതിൽ വരുന്ന എക്സാമ്പിൾസ്. ദെൻ നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് ഓവർ ഹെഡ്സ് ആണ്. സെല്ലിംഗ് ഓവർ ഹെഡ്സ്, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കല്ലേ. വിൽക്കലുമായി ബന്ധപ്പെട്ടുള്ള ഓവർ ഹെഡ്സ്, അതായത് ദീസ് ആർ കോസ്റ്റ് സ്പെൻഡ് ടു പ്രൊമോട്ട് ആൻഡ് സെൽ ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ചെലവാകുന്ന എല്ലാ കോസ്റ്റും എന്ത് ചെയ്യും? ഈ ഒരു ഓവർ ഹെഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ എക്സാമ്പിൾ പറയുന്നത് എന്തൊക്കെയാ? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, സെയിൽസ്മാൻ സാലറി ആൻഡ് കമ്മീഷൻ, ട്രേഡ് ഫെയർ, പാർട്ടിസിപ്പേഷൻ കോസ്റ്റ്. ഓക്കെ അല്ലേ? ദെൻ ഫോർത്ത് പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുക? മറ്റുള്ള കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഡീലേഴ്സിനോ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ദീസ് ആർ കോസ്റ്റ് ഇൻകേർഡ് ആഫ്റ്റർ ദി സെയിൽ മെയ്ഡ്, മെയിൻലി ഫോർ ഡെലിവറിങ് ദി പ്രൊഡക്റ്റ് ടു കസ്റ്റമർ ഓൺ ഡീലേഴ്സ്. അപ്പം ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോസ്റ്റും എന്തിൽ ഇൻക്ലൂഡ് ആവും? ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ ഇൻക്ലൂഡ് ആവും. ഇതിന് എക്സാമ്പിൾസ് പറയുന്നത് എന്തൊക്കെയാ? ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, കാരണം ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ത് ചെയ്യും? അതിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ പാക്കിംഗ് ചാർജസ്, വെയർഹൗസിന്റെ റെന്റ്, ഡെലിവറി വാൻ എക്സ്പെൻസസ്, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്ന പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ ഉൾപ്പെടും. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ബിഹേവിയർ വൈസ്ഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ. അപ്പം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെ ഫിക്സ്ഡ്, അതുപോലെ തന്നെ വേരിയബിള്, സെമി വേരിയബിള് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം? എന്ത് മാറിയാലും, എന്ത് കുറഞ്ഞാലും കൂടിയാലും, എന്ത് മാറിയാലും ആ ഒരു ഓവർ ഹെഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊരു കാര്യം? എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ദീസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് പ്രൊഡക്ഷൻ, ഈവൻ ഇഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ കോസ്റ്റ് റിമൈൻ ദി സെയിം. ഓക്കെ അല്ലേ? അതായത് പ്രൊഡക്ഷന്റെ സ്റ്റേജസിൽ മാറ്റം ഉണ്ടായാലും അത് എന്ത് ചെയ്യും? നമ്മുടെ ഓവർ ഹെഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊരു കാര്യം? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ആ കോസ്റ്റ് എന്ത് തന്നെയാണ്? എപ്പോഴും ഫിക്സ്ഡ് തന്നെയാണ്. അത് മാറുന്നില്ല, സെയിം ആയിട്ട് തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. അതാണ് എക്സാമ്പിൾസ് പറയുന്നത് ഫാക്ടറിന്റെ റെന്റ്. കാരണം ഫാക്ടറിന്റെ റെന്റ് ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നമുക്ക് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഫാക്ടറിന്റെ റെന്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലെ? പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഫാക്ടറിന്റെ റെന്റ് എന്ന് പറയുന്നത് എന്നും ഒരുപോലെ തന്നെയാണ്. അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. പിന്നെ മാനേജേഴ്സ് സാലറി, ഇൻഷുറൻസ്, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് വേരിയബിൾ ഓവർ ഹെഡ്സ്. വേരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം അതിന്റെ വോളിയം, പ്രൊഡക്ഷന്റെ വോളിയത്തിൽ എന്ത് ചെയ്യും? ഒരു ഡയറക്ട്ലി ഒരു ചേഞ്ച് വരും. അപ്പം this cost change directly with the volume of production. More production means more cost. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? വേരിയബിൾ കോസ്റ്റ് കൂടും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കുറയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേരിയബിൾ കോസ്റ്റ് കുറയും ചെയ്യും. അതാണ് ഇവിടെ വേരിയബിൾ ഓവർ ഹെഡ് ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് എന്തൊക്കെയാണ്? പവർ കൺസപ്ഷൻ, പാക്കിംഗ് മെറ്റീരിയൽസ്, ഫ്യൂവൽ ഫോർ മെഷീൻസ്. കാരണം നമുക്ക് പ്രൊഡക്ഷന് പവർ ഉണ്ടെങ്കിൽ, നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്താൻ കഴിയുള്ളൂ. അപ്പം ഇലക്ട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കുറയില്ലേ? അതുപോലെ തന്നെ അതാണ് ഈ വേരിയബിൾ ഓവർഹെഡിന്റെ കേസിൽ പറയുന്നത്. പ്രൊഡക്ഷൻ കൂടിയാൽ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് കൂടുന്നുണ്ട്. പ്രൊഡക്ഷൻ കുറയുമ്പോൾ കോസ്റ്റ് കുറയുകയും ചെയ്യും. ഇനി തേർഡ് പോയിന്റ് സെമി വേരിയബിൾ ഓവർ ഹെഡ്സ്. സെമി വേരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സെമി വേരിയബിൾ ഓവർ ഹെഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ ദീസ് കോസ്റ്റ് ഹാവ് ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസ്.
എന്താണ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസിന്റെ ഒരു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസ് ആണ് അല്ലേ, അത് രണ്ടും മിക്സ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെമി വേരിയബിൾ ഓവർ ഹെഡ് ആയിട്ട് പറയുന്നത്. എ പാർട്ട് ഓഫ് ദി കോസ്റ്റ് റിമൈൻസ് ദി കോൺസ്റ്റന്റ് ആൻഡ് ദി റെസ്റ്റ് വേരീസ് വിത്ത് പ്രൊഡക്ഷൻ. അതിലെ പകുതി എന്താണ് ഫിക്സ്ഡ് ആണെന്നും പറഞ്ഞു, അതുപോലെ തന്നെ പകുതി എന്താണെന്ന് പറഞ്ഞു വേരിയബിൾ ആണെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെമി വേരിയബിൾ ഓവർ ഹെഡ് ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് എന്തൊക്കെയാ, ടെലിഫോൺ ബില്ല്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ മൂന്നെണ്ണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വൈസസ് ആണ്. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് ഫങ്ഷൻസ്, തേർഡ് ബിഹേവിയർ. അപ്പൊ അത് മൂന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് കളക്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് ആണ്. അപ്പം കളക്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പറയുന്നത്, ഓവർ ഹെഡ്സ് ആർ നോട്ട് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു എ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. ഹെൻസ് ദർ ഈസ് എ നീഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്സ് ടു ഡിഫറെന്റ് പ്രൊഡക്ട്സ്, മാനുഫാക്ചേഴ്സ് ഓർ ടു ദി ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം ഇതെന്താ പറയുന്നത്, ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനോട് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനോട് ഡയറക്ട്ലി നമുക്ക് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഡയറക്ട്ലി നമുക്കത് ബന്ധിപ്പിക്കാൻ കഴിയാത്ത കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓവർ ഹെഡുകൾ നമുക്ക് ഓവർ ഹെഡിനെ എന്ത് ചെയ്യണം, പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതെന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൽ, എന്താണ് ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ഡയറക്ട്ലി ഇൻവോൾവ് ആക്കാൻ കഴിയാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓവർ ഹെഡുകളെ ഡിഫറെന്റ് പ്രൊഡക്ട്സിലേക്കും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതെന്താണ് അത്യാവശ്യമുള്ള കാര്യമാണ്. അതിന് 4 സ്റ്റേജസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണത്, കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്, അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്, റീ അപ്പോർഷൻമെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് എന്തിനുള്ളത്, ഓവർ ഹെഡ്സിന്റെ ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദി കളക്ഷൻ ഓഫ് ഓവർഹെഡ്. എന്ത് ചെയ്യലാണ്, കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ് അല്ലെ. ഓവർഹെഡ്സിനെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ദിസ് മീൻസ് ദി അസർടൈൻമെന്റ് ഓഫ് ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ഈച്ച് ഐറ്റം ഓഫ് ഓവർഹെഡ്സ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. അപ്പം ഓരോ പർട്ടിക്കുലർ പീരീഡിലും, എങ്ങനെ മന്ത്ലി ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർ ആവാം, അല്ലെങ്കിൽ ഇയർ ആവാം. അപ്പൊ ഓരോ ചെലവിലും എത്ര രൂപ ചെലവായി എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ഓരോ കാലയളവിൽ അല്ലെങ്കിൽ ഓരോ പീരീഡിൽ, മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ഇയർലി ആവാം, അങ്ങനെ ഓരോ സ്പെസിഫിക് പീരീഡിലും പ്രൊഡക്റ്റിനും എത്ര കോസ്റ്റ് വന്നെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ്. അതായത് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ തന്നെ എന്ത് പറയുന്നുണ്ട്, സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ്. അപ്പൊ അതെന്താന്ന് പറയാം. സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, once overhead are classified into indirect material, labor expenses, etc., each group of expenses is assigned a unique identification number or symbol. അതായത് ഓവർഹെഡുകൾ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെയെല്ലാം നമ്മൾ ഓവർഹെഡിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ ഗ്രൂപ്പിലെയും
അപ്പൊ ഇൻഡയറക്റ്റ് മെറ്റീരിയലിലും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ലേബറിലും അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലെയും. അപ്പം ഈച്ച് ഗ്രൂപ്പ് ഓഫ് എക്സ്പെൻസസ് ഈസ് അസൈൻഡ് എ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ സിമ്പിൾ. അപ്പൊ ഓരോ ഗ്രൂപ്പിന്റെയും നമ്മൾ എന്ത് കൊടുക്കുന്ന ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു സിമ്പലോ എന്ത് ചെയ്യുന്നുണ്ട് ആ ഓരോ ഗ്രൂപ്പിനും നമ്മൾ കൊടുക്കും. അപ്പം ആ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ദീസ് നമ്പേഴ്സ് ആർ കാൾഡ് സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ്. ഓക്കെ അല്ലേ? അപ്പം ദ പർപ്പസ് ഈസ് ടു ഈസിലി ട്രാക്ക് ആൻഡ് റെക്കോർഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് അണ്ടർ സ്പെസിഫിക് കാറ്റഗറീസ്. നമുക്ക് എന്താണ് നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനും എന്ത് ചെയ്യും, നമുക്ക് ഈസിയാണ്. പെട്ടെന്ന് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും നമുക്ക് കഴിയും. ഇനി എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്? ഇത് ഞാൻ സ്റ്റെപ്പ് ആയിട്ടുള്ള നോട്ടാണ് കേട്ടോ. അപ്പം എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? ഹെൽപ്പിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഓരോ ഓവർഹെഡിന്റെ ചെലവും ശരിയായ വിഭാഗത്തിൽ എന്ത് ചെയ്യാന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എൻഷുർ ദാറ്റ് ആൾ എക്സ്പെൻസസ് ആർ കറക്റ്റ്ലി അലോക്കേറ്റഡ് ഓർ അപ്പോർഷനഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ചെലവ് നമ്മൾ എന്ത് ചെയ്യാ അലോക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാ അപ്പോർഷനഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം അലോക്കേറ്റ് ചെയ്യണം. പിന്നെ തേർഡ് പോയിന്റ് യൂസ്ഡ് ഇൻ ഡോക്യുമെന്റ് ലൈക്ക് ജോബ് കാർഡ്സ്, ടൈം ഷീറ്റ്, സ്റ്റോർ റിക്വസിഷൻ എക്സെട്ര. അതിലെന്താ ജോബ് കാർഡുകൾ, അതുപോലെ ജോബ് കാർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ യൂണിറ്റിൽ. ജോബ് കാർഡുകൾ, ടൈം ഷീറ്റുകൾ, സ്റ്റോർ റിക്വസിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം അതില് ആ ഒരു ഇത്രയും ഡോക്യുമെന്റ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തില് നമ്മുടെ സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സിന്. അപ്പം അതിനെ കുറച്ച് 3 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് ന്യൂമറിക്കൽ മെത്തേഡ്, സെക്കൻഡ് ന്യൂമോണിക് മെത്തേഡ്, തേർഡ് കോമ്പിനേഷൻ മെത്തേഡ്. അപ്പം ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ന്യൂമറിക് എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട്, അതായത് നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് മെത്തേഡ് വരിക. അതായത് 1 to 10, 11 to 20, 21 to 30. അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് എന്താക്കിയിട്ടുണ്ട്. 1 to 10 വരെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, 11 to 20 വരെ ഇൻഡയറക്റ്റ് ലേബർ, 21 to 30 വരെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂമോണിക് മെത്തേഡ് അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ മെത്തേഡ് എന്നും പറയും. അതിന്റെ എക്സാമ്പിൾസ് എങ്ങനെയാ? എസ് ഫോർ സെയിൽസ്, SA ഫോർ സെയിൽസ് അഡ്വർടൈസിംഗ്, SAS ഫോർ സെയിൽ അഡ്വർടൈസിംഗ് സൗത്ത് ഇന്ത്യ. അങ്ങനെ ഓരോ ആൽഫബറ്റിക് നമ്പേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ പറയുന്നത് കോമ്പിനേഷൻ മെത്തേഡ്. അതായത് നമ്പേഴ്സും ന്യൂമറിക് മെത്തേഡിന്റെയും ന്യൂമോണിക് മെത്തേഡിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് എന്തിനു പറയുന്നത് കോമ്പിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. R1 റിപ്പയർസ് ടു മെഷീനറി, R2 റിപ്പയർസ് ടു ബിൽഡിംഗ്സ്, R3 റിപ്പയർസ് ടു വെഹിക്കിൾസ്. നമ്മളെ മറ്റേ ബിൻ കാർഡും ബിന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ദെൻ നെക്സ്റ്റ് ഇനി പറയാൻ വേണ്ടി പോണ സോഴ്സസ് ആണ്. സോഴ്സസ് ഡോക്യുമെന്റ്സ്. അപ്പം സോഴ്സസ് ഓഫ് ഡോക്യുമെന്റ്സ്, കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതായത് ഓവർ ഹെഡിന്റെ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് ആണ്. ഓവർ ഹെഡ്സിന്റെ കളക്ഷൻ ആണ് അല്ലെ? അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്? വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററുകളിൽ നിന്നുള്ള എല്ലാ ഓവർ ഹെഡും ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ്ലി കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? കളക്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയും. ഇനി അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻവോയ്സസ് ആണ്. ഇൻവോയ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സ്പെൻസസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, റെന്റ്, റിപ്പയർസ് എക്സെട്ര. അപ്പൊ ഇൻവോയ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവോയ്സ് എന്താന്നുള്ളത്. അപ്പം ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇതിൽ എന്തിനാ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെൻസസ് ആണ്. ഇങ്ങനെ ഇലക്ട്രിസിറ്റി, റെന്റ്, റിപ്പയർസ് തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസസിനെ പോലെ ഉള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവോയ്സ് ആയിട്ട് പറയുന്നത്. ദെൻ സ്റ്റോഴ്സ് റിക്വസിഷൻസ് ആണ് സെക്കൻഡ്. അതെന്താണ്? ഫോർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അതെങ്ങനെയാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിനാണ്. ഇഷ്യൂഡ് ടു ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോഴ്സ് റിക്വസിഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വേജസ് അനാലിസിസ് ഷീറ്റ്. അത് ഫോർ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ടാണ് പറയുന്നത്.
പിന്നെ ഡിപ്രിസിയേഷൻ റെക്കോർഡ്സ്. അതിലെന്താ പറയുന്നത്? മെഷീനറി, ബിൽഡിങ്സ് മുതലായിട്ടുള്ളവരുടെ എന്ത് ഡിപ്രിസിയേഷൻ. ഇനി പറയുന്നത് ഇൻഷുറൻസ് പോളിസീസ് ആണ്. ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീമിയം റിലേറ്റഡ് ടു ഫാക്ടറി അസറ്റ് എക്സെട്ര. അതായത് ഇൻഷുറൻസ് പ്രീമിയം സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇൻഷുറൻസ് പോളിസീസ് ആയിട്ട് പറയാം. ജേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രിസിയേഷൻ, നാഷണൽ റെന്റ്, അക്രൽ ആൻഡ് പേയ്മെന്റ് ഇൻ അഡ്വാൻസ്. അപ്പം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാല് ജേണൽ ആണല്ലേ. ജേണൽ എന്ന് പറഞ്ഞാല് ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ നാഷണൽ റെന്റ്, എക്വിവാലന്റ്, ഇങ്ങനെയുള്ള നോൺ ക്യാഷ് ഇനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജേണലുകളിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേണൽ എന്ത് ചെയ്യും? സെക്യൂർ ആയിട്ട് എന്ത് ചെയ്യും? വെക്കും. ഓക്കെ. ദെൻ സബ്സിഡിയറി റെക്കോർഡ്സിൽ എന്താ പറയുന്നത്? regarding scrap, waste, spoiled materials, idle time and idle facilities for ascertaining their cost അല്ലേ. അതായത് സ്ക്രാപ്പ്, അതുപോലെ തന്നെ വേസ്റ്റേജ്, പിന്നെ ലോസസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഐഡിൽ ടൈം, ഐഡിൽ ഫെസിലിറ്റി തുടങ്ങിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളെ, കോസ്റ്റുകളെ ഓവർഹെഡിൽ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തണം. അപ്പം അതിന്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്സിഡിയറി റെക്കോർഡ്സ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ക്യാഷ് ബുക്ക് ആണ് അല്ലെ. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം വേറെ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത ഓവർഹെഡിന്റെ കോസ്റ്റുകൾ ഈ ക്യാഷ് ബുക്കിലാണ് എന്ത് ചെയ്ത് വെക്കുക? റെക്കോർഡ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ അല്ലേ? പിന്നെ എന്ത് പറയുന്നുണ്ട്? ദീസ് ഓവർഹെഡ്സ് ആർ റെക്കോർഡഡ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ് ഇൻ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അപ്പം ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും, എല്ലാ ഡോക്യുമെന്റ്സും എന്താ ചെയ്യുന്നത്? ഒരു നല്ലൊരു ഫോർമാറ്റില് ഒരു ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന ഒരു ഹെഡിങ്ങില് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം ഓവർഹെഡ്സ് ആർ ക്ലാസിഫൈഡ് ആൻഡ് ഗ്രൂപ്പ്ഡ് അണ്ടർ ഫാക്ടറി, ഓഫീസ്, സെല്ലിംഗ്. അപ്പം ഓവർഹെഡ് നമ്മൾ പറഞ്ഞു അല്ലെ, എത്രയാണ്? ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. അപ്പം ഓവർഹെഡിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഈ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്ര ഓവർഹെഡ്സ് വന്നിട്ടുണ്ട്? ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ് വന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് സോഴ്സസ് പറഞ്ഞു കഴിഞ്ഞ് ഇനി പറയാൻ വേണ്ടി പോണത് അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റ് ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താ? അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റ് ഓഫ് ഫാക്ടറി ഓവർഹെഡിനെ കുറിച്ചിട്ടാണ്. അപ്പം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാറില്ലേ അലോക്കേറ്റ് ചെയ്യാന്നൊക്കെ. അപ്പം ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ICMA terminology, allocation is the allotment of whole item of cost to cost centers or cost units. അല്ലേ? അപ്പൊ എന്താണ് അലോക്കേഷനെ വെച്ച് പറയേണ്ടത്? അലോക്കേഷൻ എന്താന്നാ പറയുന്നത്? ഒരു എല്ലാ ഐറ്റംസിന്റെയും കോസ്റ്റ്, ആ കോസ്റ്റ് എന്താ ചെയ്യുന്നത്? എല്ലാ കോസ്റ്റ് സെന്റേഴ്സിലും അതുപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റിലും വരുന്ന കോസ്റ്റിന്റെ അലോക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്കെ, ഒന്നും കൂടി പറയാം. അതായത് ICMA ടെർമിനോളജി അനുസരിച്ചിട്ട് അലോക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റിന്റെ
മുഴുവൻ ഐറ്റംസും, അതായത് ദ ഹോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ് എന്താ ചെയ്യുന്നത്? കോസ്റ്റിന്റെ മുഴുവൻ ഐറ്റംസും കോസ്റ്റ് സെന്ററിലും കോസ്റ്റ് യൂണിറ്റിലും കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലോക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോടാ? കോസ്റ്റിന്റെ ദ ഹോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റിന്റെ എല്ലാ ഐറ്റംസും നമ്മൾ എന്താ ചെയ്യുന്നത്? കോസ്റ്റ് സെന്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലോക്കേഷൻ എന്ന് പറയുന്നത്. It refers to charging to the cost center those overheads that have been incurred for that cost centers. ഒരു പ്രത്യേക കോസ്റ്റ് സെന്ററിനായിട്ട് ഉള്ള ഓവർഹെഡ് എന്ത് ചെയ്യും? ആ ഒരു സെന്ററിൽ തന്നെ എന്താ ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ഓവർഹെഡ്സ് ഹാവ് ബീൻ ഇൻവേർഡ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദാറ്റ് കോസ്റ്റ് സെന്റേഴ്സ്. അതിലെന്താ പറയുന്നത്? ഒരു കോസ്റ്റ് സെന്ററിൽ ഓക്കെ, ഒരു കോസ്റ്റ് സെന്റർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഒരു ഓവർഹെഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓവർഹെഡിനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്? എക്സിസ്റ്റൻസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ഓവർഹെഡ്സ് ഹാവ് ബീൻ ഇൻകേർഡ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദാറ്റ് കോസ്റ്റ് സെന്റർ. ഓക്കെ അല്ലേ? ഒന്ന് സിമ്പിൾ ആക്കിയിട്ട് ഒന്ന് പറയാം. കോസ്റ്റ് അലോക്കേഷൻ എന്താന്ന് ഫുള്ളി ഒന്ന് പറഞ്ഞു പോവാണ്. നമ്മൾ പറഞ്ഞു കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാല് കോസ്റ്റിന്റെ എല്ലാ ഐറ്റംസും ഒരു കോസ്റ്റ് സെന്ററിലോ കോസ്റ്റ് യൂണിറ്റിലോ നൽകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റ് ഏകദേശം ഏത് ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് ബാധിക്കുന്നത്. അപ്പം ആ കോസ്റ്റ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണോ ആ കോസ്റ്റ് ബാധിച്ചിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് ആ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അത് ഇത്രയാണ് അലോക്കേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി പറയുന്നത് ഒരു ഇത് പറയുന്നുണ്ട് അല്ലെ, ഓവർഹെഡ് ക്യാൻ ബി അലോക്കേറ്റഡ് ടു കോസ്റ്റ് സെന്റർ ഇഫ് ദ ഫോളോയിങ് ടു കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. നമ്മൾ ഒരു കോസ്റ്റ് സെന്ററിലെ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഓവർഹെഡ് മസ്റ്റ് ഹാവ് ബീൻ ഇൻകേർഡ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി പർട്ടിക്കുലർ കോസ്റ്റ് സെന്റർ. അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ മീനിങ്. പിന്നെ സെക്കൻഡ് പറയുന്നത് ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ഓവർഹെഡ്സ് ഇൻകേർഡ് ഇൻ ദി കോസ്റ്റ് സെന്റർ മസ്റ്റ് ബി നോൺ. അതായത് ഓവർഹെഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിൽ നമ്മൾ കൊടുക്കുന്ന ഓവർഹെഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിന്റെ എത്ര എമൗണ്ട് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിട്ടുണ്ടാവണം. അത് നമുക്ക് അറിയുന്നതായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അപ്പോഷ്മെന്റ് ആണ്. അപ്പം അപ്പോഷ്മെന്റില് മീനിങ് എന്താണ് അപ്പോഷ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അതിനെ കുറച്ച് എക്സാമ്പിൾസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അപ്പോഷ്മെന്റ് മീൻസ് distributing common or shared overhead cost to multiple departments based on a logical or fair basis. അപ്പൊ എന്താണ് അപ്പോഷ്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, നോട്ട് റെഡി ആവുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് അപ്പോഷ്മെന്റ് എന്ന് പറഞ്ഞത്? അപ്പോഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയത്ത് ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന സാധാരണ കോസ്റ്റിന്റെ ഒരേ സമയത്ത് ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്ത് കൊടുക്കുകയാണ്? ഡിസ്ട്രിബ്യൂട്ടിംഗ് കോമൺ ഷെയർ ഓവർഹെഡ് കോസ്റ്റ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ഓൺ ലോജിക്കൽ ഓർ ഫെയർ ബേസിസ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരേ സമയത്ത് ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് കൊടുക്കുന്നത്? കോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ്? ലോജിക്കൽ ഓർ ഫെയർ ബേസിസിൽ. പിന്നെ when the expenses benefit more than one department,
but is not directly related to a specific one. We need to apportion that expense among the departments that receive the benefit. ഓക്കെ, അപ്പൊ എന്താണ് അപ്പോർച്ച്മെന്റ് എന്ന് പറഞ്ഞാല്? അപ്പോർച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബെനിഫിറ്റ് ഷെയർഡ് ഓവർഹെഡ് കോസ്റ്റ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ഓൺ ലോജിക്കൽ ഓർ ഫെയർ ബേസിസ്. അപ്പം ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റുകൾ കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അപ്പോർച്ച്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും നമ്മളെ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് അല്ലാതെ കൊടുക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാക്ടറി റെന്റ് ബെനിഫിറ്റ്സ് ആൾ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ഫാക്ടറിന്റെ റെന്റ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും എന്താണ്? ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓണർ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് എന്തിരിക്കണം? ഡിഫറെന്റ് ആയിട്ട് ഇരിക്കണം. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ആൾക്കാരായിരിക്കാനും റെന്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ഫ്ലോർ ഏരിയ അവര് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ കീ പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട് കോമൺ ഓവർഹെഡ്സും അതുപോലെ തന്നെ കോമൺ ഓവർഹെഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ലൈക്ക് റെന്റ്, ഇലക്ട്രിസിറ്റി ഓർ സൂപ്പർവിഷൻ ആർ ഡിവൈഡഡ് എമംഗ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്. അതായത് കോമൺ ഓവർഹെഡ് എന്ന് പറഞ്ഞാല് കോമൺ ആയിട്ടുള്ള ചെലവുകൾ. അതിനെ എന്തൊക്കെയായിട്ട് പറയുന്നുണ്ട്? റെന്റ്, ഇലക്ട്രിസിറ്റി ഓർ സൂപ്പർവിഷൻ. അപ്പം ഈ വിഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്യണം. പിന്നെ ദ അപ്പോർച്ച്മെന്റ് ഈസ് ഡൺ യൂസിങ് അപ്രോപ്രിയേറ്റ് ബേസസ് സച്ച് ആസ് ഏരിയ, നമ്പർ ഓഫ് എംപ്ലോയീസ്, മെഷീൻ ഹവർ എക്സെട്ര. ഇതിലെന്താ പറയുന്നത്? ഇത് അതായത് വിവിധ ബേസിസ് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഏരിയ, അതുപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസിന്റെ എണ്ണം, പിന്നെ മെഷീൻ എത്ര മണിക്കൂറാണ് മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അപ്പോർച്ച്മെന്റ് നടത്തുന്നത്. പിന്നെ തേർഡ് പോയിന്റിൽ ദിസ് എൻഷുവേഴ്സ് ഫെയർനെസ് ആൻഡ് ആക്യുറസി ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പം ഇതിലൂടെ നമുക്ക് എന്ത് കഴിയുന്നുണ്ട്? നമുക്ക് ഒരു ഫെയർനെസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആക്യുറസി, നിയമം അനുസരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കോസ്റ്റ് വിതരണം എന്ത് ചെയ്യും? നമുക്ക് ആപ്ലിക്കബിൾ ആകും. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പോർച്ച്മെന്റ് ആണ് പറയുന്നത്. അപ്പം ഈ പ്രിൻസിപ്പിൾസ് ഐ തിങ്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പോർച്ച്മെന്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പം കുറച്ച് അധികം പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഒരു 4-5 പ്രിൻസിപ്പിൾസ് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോർച്ച്മെന്റിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പോർച്ച്മെന്റ് നമുക്ക് നോക്കാം. When common factory overheads are shared between different departments, we must distribute them on a fair and logical basis. അപ്പം ഓവർഹെഡിലെ പല ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫെയർ ആയിട്ടും നീതിപൂർവമായിട്ടും നീതിപൂർവമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെയർ ആയിട്ട് കോസ്റ്റ് അതുപോലെ തന്നെ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പോർച്ച്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വേണ്ടത് ആക്ച്വൽ ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ ആണ്. ആക്ച്വൽ ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ആർ അപ്പോർഷൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ കോസ്റ്റിൽ നിന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡയറക്ട്ലി കിട്ടുന്ന ഒരു ബെനിഫിറ്റിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ച്വൽ ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോസ്റ്റിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡയറക്ട്ലി കിട്ടുന്ന ബെനിഫിറ്റിന്റെ
അളവ് അടിസ്ഥാനമാക്കിയിട്ടാണ് കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഓക്യുപ്പൈ ഡിഫറെന്റ് ഫ്ലോർ സ്പേസസ്, റെന്റ് ക്യാൻ ബി അപ്പോർഷനഡ് ബേസ്ഡ് ഓൺ ദി ഏരിയ യൂസ്ഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. അതിലെന്താ പറയുന്നത്, ഫാക്ടറിന്റെ റെന്റ് എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ. അതിലെന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ആക്ച്വൽ ബെനിഫിറ്റ്, വി യൂസ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓർ ലൈക്ലി യൂസേജ് ആസ് ദി ബേസിസ്. എന്താ പറയുന്നത്, ആക്ച്വൽ ബെനിഫിറ്റ് മെഷർ ചെയ്യാൻ കഴിയാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് പരിഗണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ആക്ച്വൽ ബെനിഫിറ്റ് മെഷർ ചെയ്യാൻ കഴിയാത്ത ടൈമില് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുന്നിട്ടുണ്ട്. ലൈറ്റിംഗ് കോസ്റ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ യൂസേജ്. എന്താ പറയുന്നത്, ഇപ്പൊ ലൈറ്റിങ്ങിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ലൈറ്റ് പോയിന്റുകൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ലൈറ്റ് പോയിന്റ് അനുസരിച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ദെൻ തേർഡ് പോയിന്റ്, സ്പെസിഫിക് ക്രൈറ്റീരിയ ഓർ സർവേ മെത്തേഡ്. അതിലെന്താ പറയുന്നത്, when no clear basis is available, a survey is done to estimate how much benefit each department receives and the apportionment is done accordingly. അപ്പം സ്പെസിഫിക് ഒരു സർവേ മെത്തേഡിൽ എന്താ പറയുന്നത്, അപ്പം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് എന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർവേ യൂസ് ചെയ്തിട്ടാണ് എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം ആ ഒരു ബേസ് കണ്ടെത്തിയിട്ട് കോസ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരേ രീതിയിൽ, അതായത് ഈക്വൽ ആയിട്ട്, ഒരേ രീതിയിൽ ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പം സർവേ മെത്തേഡ് എന്ന് പറയുമ്പോൾ, സർവേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ സർവേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്പെസിഫിക് പർപ്പസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്. അപ്പം ഇതിലെന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ അപ്പോച്ച്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഏതാണ് ശരിയായിട്ടുള്ള ബേസ്, ആ ഒരു ബേസ് കറക്റ്റ്ലി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് സർവേ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ കോസ്റ്റ് നമുക്ക് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഫോർ എ വർക്ക് manager's salary, a survey may be done to estimate the time he spent in each department. അപ്പം മാനേജേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആ ഒരു മാനേജർ ചെലവഴിക്കുന്ന സമയത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ദെൻ ഫോർത്ത് പോയിന്റ്, എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ അതിലെന്താ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ്സ് ദാറ്റ് ഏൺ മോർ റവന്യൂ ഓർ കൺസ്യൂം മോർ റിസോഴ്സസ് മേ ബി ചാർജ്ഡ് എ ഹയർ ഷെയർ ഓഫ് ഓവർ ഹെഡ്സ്. അപ്പം വലിയ ഇൻകോ അല്ലെങ്കിൽ യൂസേജോ ഉള്ള ഡിപ്പാർട്ട്മെന്റിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെയല്ലേ, കൂടുതൽ യൂസ് നടക്കുന്നിടത്താണ് കൂടുതൽ കോസ്റ്റ് വരുന്നത്. അപ്പം അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താ പറയുന്നത്, സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് മേ ബി അപ്പോർഷനഡ് ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. അപ്പം എന്താ പറയുന്നത്, സ്റ്റോഴ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ വാല്യൂ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് സോഴ്സസ് പറഞ്ഞു, അലോക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പോർച്ച്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ദെൻ നെക്സ്റ്റ്, ഈ ഒരു ബേസിസ്, ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ യൂണിറ്റിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഓവർ ഹെഡിന്റെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാവും പറയാ. ഇത്
ബൈഹാർട്ട് ചെയ്ത് വെക്കണം. കാരണം ബൈഹാർട്ട് മീൻസ് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ റെന്റ്, റേറ്റ്സ്, ടാക്സസ് ഒക്കെ എന്തിന്റെ ബേസിലാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് അവർക്ക് കോസ്റ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഫ്ലോർ ഏരിയ ബേസിലാണ് നമ്മൾ റെന്റ്, റേറ്റ്, ടാക്സ് അതുപോലെ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഫ്ലോർ ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കോസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു എക്സ്പെൻസസ് ആൻഡ് ബേസിസ് എന്നുള്ളൊരു കോളം ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. എക്സാംസിന് പ്രോബ്ലംസ് എങ്ങനെ ആയാലും വരും, അത് നിർബന്ധമാണ്, ഉറപ്പാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു ബേസ് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസ് ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഫ്ലോർ ഏരിയയും എംബ്രോയിഡ്സിനൊക്കെ കുറിച്ചിട്ട്. അപ്പം ഇതിൽ പറയുന്നത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിൽ എന്തൊക്കെയാ പറയുന്നത്, റെന്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ, റിപ്പയർ, ഫയർ, പ്രിക്വേഷൻ, എയർ കണ്ടീഷൻ ഓഫ് ബിൽഡിങ്സ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിലാണ് വരുന്നത്, ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ആ ഒരു ബേസിലാണ് വരിക. കാരണം റെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, റെന്റ് എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് കൊടുക്കുന്നത് എത്ര ഏരിയ ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് കോസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ റേറ്റ്സ്, ടാക്സസ് അതൊക്കെ ആ ഒരു ഏരിയ അനുസരിച്ചിട്ട് തന്നെയല്ലേ കൊടുക്കുന്നത്. ഡിപ്രിസിയേഷൻ ആയാലും ആ ഏരിയയിൽ എത്ര ഡിപ്രിസിയേഷൻ നടക്കും അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുക. റിപ്പയേഴ്സ് എല്ലാം എന്താണ്, ഫ്ലോർ ഏരിയ ബേസ് ചെയ്തിട്ടാണ്. ഇനി ക്യാൻറ്റീന്, വെൽഫെയർ, എക്സ്പെൻസസ്, ടൈം കീപ്പിംഗ്, പേഴ്സണൽ ഓഫീസ്, ഫ്രഞ്ച് ബെനിഫിറ്റ്സ്, സൂപ്പർവിഷൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ബേസിലാണ്, നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. പിന്നെ ഡിപ്രിസിയേഷൻ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് ഇൻഷുറൻസ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി, അതെന്തിൽ വരും, ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വരും. ഇനി പവർ സ്ട്രീം, കൺസംഷൻ, ലൈറ്റനിങ് ഒക്കെ ടെക്നിക്കൽ എസ്റ്റിമേറ്റ് എന്തൊക്കെയാണ് അതില്, HP അവേഴ്സ്, അതുപോലെ തന്നെ കിലോവാട്ട് അവർ, പിന്നെ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇന്റേണൽ ട്രാൻസ്പോർട്ട്. ഇന്റേണൽ ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെ വരും, നമ്പർ ഓഫ് റിക്വസിഷൻസ്, വെയിറ്റ്, വാല്യൂ ഓഫ് മെറ്റീരിയൽസ്, കോമ്പൻസേഷൻ ടു വർക്കേഴ്സ്, ESI ആൻഡ് PF കോൺട്രിബ്യൂഷൻ, ഹോളിഡേ പേ, അതൊക്കെ എന്താണ്, ഡയറക്റ്റ് വേജസ് ആണ്. ജനറൽ ഓവർ ഹെഡ്സിലെ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ഓർ മെഷീൻ അവേഴ്സ് ഓർ ഡയറക്റ്റ് വേജസ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിന്റെ ബേസിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം പ്രോബ്ലത്തില് ഒരു ക്വസ്റ്റ്യൻ വന്നു, റെന്റിന്റെ ഒരു എമൗണ്ട് 1000 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചധികം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഈ 4 ഡിപ്പാർട്ട്മെന്റിനും നമുക്ക് ആ 1000 എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് കൊടുക്കണ്ടേ. അപ്പം അത് എന്ത് ബേസിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, റെന്റ്, റേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോർ ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ തന്നിട്ടുണ്ടാവും. ആ റേഷ്യോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു 1000 റുപ്പീസിനെ 4 ഡിപ്പാർട്ട്മെന്റിനും എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഈക്വൽ ആയിട്ടാണ് കൊടുക്കുക. ഇതെല്ലാം നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഓവർഹെഡ്സ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അത് എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഒരു ഫോർമാറ്റ് നോക്കിയിട്ട് ഫസ്റ്റ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓവർഹെഡിന്റെ ഫസ്റ്റ് പ്രോബ്ലം കേട്ടോ. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? Once overheads are allocated and apportioned to production and service department. നമ്മൾ അലോക്കേറ്റിനും അപ്പോസ്മെന്റ് ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പം ഓവർഹെഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അലോക്കേറ്റും അപ്പോസ്മെന്റും ചെയ്തിട്ടുണ്ട്. എന്ത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്തു, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. The next step is to prepare a summary called overhead distribution summary. അപ്പം അലോക്കേഷനും അപ്പോസ്മെന്റിനും ശേഷം ഉള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ആൾസോ കോൾഡ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ അലോക്കേഷനും അപ്പോസ്മെന്റും കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റെപ്പിനെയാണ്
നെക്സ്റ്റ് സ്റ്റെപ്പിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നും കൂടി വിളിക്കും. ഓക്കെ അല്ലേ? ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേഷനും അപ്പോയിന്റ്മെന്റും ചെയ്തിട്ടുണ്ട് ഓവർ ഹെഡ്സിനെ. നെക്സ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറയുന്നത്. അതിനെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കുമെന്നും പറഞ്ഞു. ഇനി ഇത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഷോ ഹൗ ആൾ ഓവർ ഹെഡ് കോസ്റ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇത് എന്താണെന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അതായത് എല്ലാ കോസ്റ്റും, ഓവർ ഹെഡിന്റെ കോസ്റ്റുകളെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറയുന്നത്. Some are directly allocated, other are apportioned using appropriate basis. ചിലത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റു ചിലതിനെ എങ്ങനെയാണ്, അപ്പോർഷൻ ചെയ്തിട്ടാണ് അല്ലേ. അപ്രോപ്രിയേറ്റ് ബേസിസ് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഓരോ ബേസിസ് അനുസരിച്ചിട്ട് അപ്പോർഷൻ ചെയ്തിട്ടാണ് ചിലതിനെ നമ്മൾ അതിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ഫോർ പ്രിപ്പയറിംഗ് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അപ്പൊ അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ലിസ്റ്റ് ആൾ ഓവർ ഹെഡ് എക്സ്പെൻസസ്. എല്ലാ ഓവർ ഹെഡ് എക്സ്പെൻസും എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് റെന്റ്, ലൈറ്റിംഗ്, റിപ്പയർസ്, ഡിപ്രിസിയേഷൻ, അതെല്ലാം കുറച്ച് ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെക്കണം. സെക്കൻഡ് എന്ത് ചെയ്യണം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് നമ്മൾ പറഞ്ഞു. എക്സ്പെൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് പറഞ്ഞു. റെന്റിനൊക്കെ നമ്മൾ പറഞ്ഞു എന്ത്, ഫ്ലോർ ഏരിയ ബേസിലാണ്. അപ്പോ ഓരോ എക്സ്പെൻസിനും ബേസ് ചെയ്തിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് വന്നത് എല്ലാവരും എന്ത് ചെയ്യാ, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാ. ദെൻ നെക്സ്റ്റ് സ്യൂട്ടബിൾ ബേസിസ് ആക്കിയിട്ട് എന്ത് ചെയ്യാ, ചൂസ് ചെയ്യുക. ഓരോന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. പിന്നെ ആ ഒരു പേജിലേക്ക് വരാം. പിന്നെ എന്ത് ചെയ്യാനാണ്, അലോക്കേറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്യൂട്ടബിൾ ബേസിസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അലോക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ എന്താണ് അലോക്കേറ്റ് എന്നുള്ളത്, ഡയറക്റ്റ് എക്സ്പെൻസ് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യണം, അത് അലോക്കേറ്റ് ചെയ്യണം. പിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. ദെൻ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഓവർ ഹെഡ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ടോട്ടൽ ഓവർ ഹെഡ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് എന്തിനുള്ളത്, നമ്മുടെ ഓവർ ഹെഡിനുള്ളത്. ഫസ്റ്റ് നമ്മൾ എല്ലാ ഓവർ ഹെഡ് എക്സ്പെൻസും എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. പിന്നെ അലോക്കേറ്റ് ചെയ്യണം, പിന്നെ അബ്സോർപ്ഷൻ ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഫൈനൽ ടോട്ടൽ ഓവർ ഹെഡ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഓവർ ഹെഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഫസ്റ്റ് ഒരു എക്സ്പെൻസിന്റെ കോളം തന്നിട്ടുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് വണ് ബേസിസ് ഓഫ് അപ്പോർച്ച്മെന്റ്, നമ്മൾ ഏത് ബേസിലാണ് അപ്പോർഷൻ ചെയ്യുന്നതിന്റെ ബേസിസ്. അപ്പം എക്സ്പെൻസസ് ആയിട്ട് റെന്റ് എന്ന് പറയാന്നുണ്ടെങ്കിൽ ഏത് ബേസിലാണ്, നമ്മൾ ഫ്ലോർ ഏരിയ ബേസിലല്ലേ. പിന്നെ അതിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാല് നമ്മളത് എന്ത് ചെയ്യണം, എത്ര ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട് ഇതില്. എക്സാമ്പിൾ ആണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ 3 ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ 2 ഉണ്ട്. അപ്പൊ ടോട്ടലി 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ആ 5 ഡിപ്പാർട്ട്മെന്റിലേക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡിവൈഡ് ചെയ്യണ്ടേ, അപ്പോസ്മെന്റ് നടത്തണ്ടേ. അപ്പോൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് റെന്റ് തന്നു, എക്സാമ്പിൾ പറയുകയാണെ, എക്സ്പെൻസസ് എന്ന് പറയുന്നത് റെന്റ് തന്നു. ബേസ് ഓഫ് അപ്പോസ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയ ആണെന്ന് നമുക്കറിയാം. ഫ്ലോർ ഏരിയക്ക് അവരൊരു സ്പെസിഫിക് റേഷ്യോ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു റേഷ്യോ യൂസ് ചെയ്തിട്ട് എമൗണ്ട് ഇപ്പൊ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1000 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു 1000നെ ഈ ഒരു അപ്പോസ്മെന്റിന്റെ റേഷ്യോ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 ഡിപ്പാർട്ട്മെന്റിനും 2 ഡിപ്പാർട്ട്മെന്റ് വൈസിലുള്ള 5 കാറ്റഗറിക്കും എന്ത് ചെയ്യണം, നമ്മൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോടാ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പൊ നമുക്കിന്ന് ആ ഒരു പ്രോബ്ലം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഇലിസ്ട്രേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാല് നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ് കേട്ടോ.
ഓക്കെ, അപ്പം ഓവർ ഹെഡിന്റെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ചെയ്യുന്നത് കേട്ടാ. ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? XYZ കമ്പനി ലിമിറ്റഡ് ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. XYZ എന്ന് പറയുന്ന കമ്പനിക്ക് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് അല്ലേ? അതില് ഫസ്റ്റത്തില് സ്പിന്നിങ് ആൻഡ് വേവിങ്ങും പിന്നെ 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റില് ഫസ്റ്റ് സ്പിന്നിങ് ആൻഡ് വേവിങ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ 2 എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ആൻഡ് ടൈം കീപ്പിംഗ് ആണ്. ടോട്ടൽ 4 ഉണ്ടല്ലേ? അപ്പം ഇനി എന്ത് ചെയ്യണം? The following information is supplied from the costing records of a company. പിന്നെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഏരിയ ബേസും തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഏതാണ്? റെന്റ്, മെയിൻ്റനൻസ്, ഡിപ്രിസിയേഷൻ, ലൈറ്റിംഗ്, ഇൻഷുറൻസ്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, എനർജി, സൂപ്പർവിഷൻ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ്സിന് സ്പിന്നിങ്, വേവിങ്, സ്റ്റോഴ്സ്, ടൈം കീപ്പിംഗ് ആയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫ്ലോർ സ്പേസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്, ടോട്ടൽ ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് മെഷീനറി തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിൽ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ തന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? റെന്റ് അല്ലേ? തന്നിട്ടുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റെന്റ് ആണ്. അപ്പം എത്ര കോളമാണ് നമ്മൾ പറഞ്ഞു അല്ലെ? എക്സ്പെൻസിന്റെ ഒരു കോളം, ബേസിസ് ഓഫ് അപ്പോച്ച്മെന്റിന് ഒരു കോളം, പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സർവീസ് ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് 2 ഉണ്ട്. ഏതൊക്കെയാ? സ്പിന്നിങ്, വേവിങ്. സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് 2 ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോഴ്സ്, അതുപോലെ തന്നെ ടൈം കീപ്പിംഗ്. ഇത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണേ. ഞാൻ 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോഴ്സും ടൈം കീപ്പിംഗും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്പിന്നിങ്ങും വേവിങ്ങും. ടോട്ടലിന് ഒരു എമൗണ്ട് കോളം ഉണ്ട്. പിന്നെ ബേസിസ് ഓഫ് അപ്പോച്ച്മെന്റ്, എക്സ്പെൻസസ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എന്ത് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫോർമാറ്റ് നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എഴുതാം. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? എക്സ്പെൻസസിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഏതാണ്? റെന്റ് ആണ് അല്ലേ? റെന്റ് അല്ലേ തന്നിട്ടുള്ളത്? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? റെന്റ് ഇതിൽ എഴുതാം. ഫസ്റ്റ് കോളത്തില് എന്ത് എഴുതുന്നുണ്ട്? ഓക്കെ, റെന്റിന് എഴുതിയിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കുറച്ച് ഏരിയാസും നമ്പറൊക്കെ തന്നിട്ടില്ലേ? സ്പിന്നിങ്, വേവിങ്, സ്റ്റോഴ്സ്, ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് റെന്റ് ഏത് അപ്പോച്ച്മെന്റ്, ഏത് ബേസിസ് ഓഫ് അപ്പോച്ച്മെന്റ് ആണെന്ന് നമുക്ക് അറിയില്ലേ? റെന്റ് എന്ന് പറയുന്നത് ഏതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഫ്ലോർ ഏരിയ ബേസിലാണ് അല്ലേ? അപ്പം അതിൽ തന്നിട്ടുണ്ട് എന്ത്? ഫ്ലോർ സ്പേസ് എന്ന് തന്നിട്ടുണ്ട്. ആ ഫ്ലോർ സ്പേസ് എന്ത് ചെയ്യാ? ഇതില് എഴുതുക. ഓക്കെ, ഫ്ലോർ സ്പേസിന് എമൗണ്ട് തന്നിട്ടുണ്ട്. സ്പിന്നിങ്ങിനും, വേവിങ്ങിനും, സ്റ്റോഴ്സിനും, ടൈം കീപ്പിങ്ങിനും ഒക്കെ ആയിട്ട് ഡിഫറെന്റ് എമൗണ്ട്സ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 300 ഉണ്ട്, 220, 180, 100. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫ്ലോർ സ്പേസിൽ തന്നിട്ടുള്ളത്. അതെന്ത് ചെയ്യാ? ഇതിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യാ? എഴുതാം. 300 തന്നിട്ടുണ്ട്, 220 തന്നിട്ടുണ്ട്, 180 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 100 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ടോട്ടൽ എമൗണ്ട് എത്രയാണ്? റെന്റിന് തന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 4000 ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതില് റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റ്സിന് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് കൊടുക്കണ്ടേ? 400 നമുക്ക് എങ്ങനെ ഈ 4 ഡിപ്പാർട്ട്മെന്റ്സിന് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫ്ലോർ സ്പേസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റേഷ്യോ തന്നിട്ടുണ്ട്, ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ ഈ 400 വെച്ചിട്ട്
ഡിവൈഡ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഈ 300 എന്ന് പറയുന്നത് സ്പിന്നിങ്ങിനുള്ളതാണല്ലേ. ഫ്ലോർ സ്പേസിൽ 300 എന്ന് പറയുന്നത് സ്പിന്നിങ്ങിനുള്ളതാണ്. അപ്പൊ നമ്മള് 4000 ആണ് ടോട്ടൽ എമൗണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ 4000 ഇൻറ്റു ഇതിന്റെ എമൗണ്ട് എത്രയാണ്, സ്പിന്നിങ്ങിന്റെ എമൗണ്ട് ആയിട്ട് 300 ആണ് ഇതിൽ തന്നിട്ടുള്ളത്, ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നിട്ടുള്ളത്. ആ 300 കൊടുക്കുക. ഓക്കെ, അപ്പൊ 4000 ഇൻറ്റു 300 കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ ടോട്ടല്, ഇത്രയും എമൗണ്ട്സിന്റെ ടോട്ടല് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും എമൗണ്ട്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാ, 800 ആണ്. അപ്പൊ 4000 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാ, 800 ചെയ്യാം. ഓക്കെ അല്ലേ. നമ്മൾ ഈ 4000 നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 4 ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ കൊടുക്കണം, 4 ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പിന്നിങ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് കാറ്റഗറി സ്പിന്നിങ് ആണ്. ആ സ്പിന്നിങ്ങിന് ഈ 300 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അബ്സോർപ്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ ആ 300 വെച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു 4000 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 800 ചെയ്താല് നമുക്ക് എന്ത് കിട്ടും, സ്പിന്നിങ്ങിന്റെ എമൗണ്ട്, സ്പിന്നിങ്ങിന് എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കിട്ടും. എത്രയാണ്, 1500. നെക്സ്റ്റ് വേവിങ്ങിന്റെ എത്രയാണ്, 220 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 4000 ഇൻറ്റു 220 ഡിവൈഡഡ് ബൈ 800 ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയുന്ന ഫ്ലോർ സ്പേസിന്റെ എമൗണ്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കോസ്റ്റിൽ തന്നിട്ടുണ്ട്. റെന്റ് നമുക്ക് എക്സ്പെൻസ് ആണ്. റെന്റിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 4000 ആണ്. ആ 4000 നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കണം. ആ 4000 ഇവരുടെ റേഷ്യോ, ഓരോരുത്തരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്, 300, 120, 180, 100. അതില് സ്പിന്നിങ്ങിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ ഈ 4000 300 ആയിട്ട് ഇൻഡ് ചെയ്തു. ആൻഡ് ദെൻ ഇതിന്റെ ടോട്ടൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ സ്പിന്നിങ്ങിന്റെ എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് വേവിങ്ങിന്റെ എമൗണ്ട് കിട്ടണം. അപ്പൊ ഈ 4000 വേവിങ്ങിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 220 ആണ്. റേഷ്യോ ആണ് കേട്ടോ ഇത്, 220. നമ്മൾ റേഷ്യോ വൈസിലാണ് പറയാ. അപ്പൊ 220 ആണ് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ 4000 ഇൻറ്റു 220 ഡിവൈഡഡ് ബൈ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 800. അത് ചെയ്യുമ്പോൾ നമുക്ക് 1100 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റോൾസിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റോൾസിന്റെ അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനി ടെൻ കീപ്പിങ്ങിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 500. ഓക്കെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ അല്ലേടാ. ഇനി എന്ത് ചെയ്യണം, അടുത്തത് നമ്മൾ റെന്റിന്റെ എക്സ്പെൻസ്, റെന്റിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈക്വൽ ആയിട്ട് അവരുടെ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ആരുടെയായിരുന്നു, മെഷീനറിന്റെ തന്നെ, സോറി മെയിൻ്റനൻസ് ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് മെയിൻ്റനൻസിന്റെ ആണ്. ഓക്കെ, മെയിൻ്റനൻസ് ആണ് ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണ്, 1800 അല്ലേ, സോറി 2400 ആണ് അതിന്റെ മെയിൻ്റനൻസിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. 2400 ആണ് ഇത്, 2400 ആണ്. അപ്പോൾ ഈ മെയിൻ്റനൻസ് നമ്മൾ ഏത് ബേസിലാണ് എടുക്കേണ്ടി വരിക, അതിനാണ് നമ്മൾ പറയുന്നത് ആ ഒരു ബേസും എക്സ്പെൻസും. എക്സ്പെൻസ് ഏത് ബേസിലാണ് വരാന്നുള്ള ആ ഒരു കോളം ഉണ്ടല്ലോ, അതൊന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇന്നതിൽ ഇന്നത് വരാന്നുള്ളതൊന്ന് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതില് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഫ്ലോർ സ്പേസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്, ടോട്ടൽ ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് മെഷീനറി, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എന്തിൽ വിടും, കോസ്റ്റ് ഓഫ് മെഷീനറി, കോസ്റ്റ് ഓഫ് മെഷീൻസിലാണ് നമ്മൾ എന്ത് എടുക്കേണ്ടത്, മെയിൻ്റനൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ബേസിസിൽ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം കോസ്റ്റ് ഓഫ് മെഷീനറിയിലാണ് നമ്മൾ അതിന്റെ ബേസ് എടുക്കുന്നത്.
അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അതിൽ തന്നിട്ടുണ്ട് എത്രയാ? 48,000, 36,000, 24,000. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇതിവിടെ എഴുതുമ്പോൾ നമുക്ക് അതിനെ ചെറുതാക്കി എഴുതാനായിട്ട് കഴിയും. അതായത് ആ എക്സ്ട്രാ വരുന്ന സീറോ ഒക്കെ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. ഇവിടെ 48,000 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 36,000 ആണ്, പിന്നെ ഉള്ളത് 24,000 ഉണ്ട്. ഓക്കെ, 1000. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത്? ഇതിന് ഈക്വൽ ആയിട്ട് എന്തുണ്ട്? 3 zeros ഇല്ല. ആ 3 zeros നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അലോക്കേറ്റ് ചെയ്ത് അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 48, then 36, 24, 12. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2400-നെ ഓരോ റേഷ്യോ ബേസിൽ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്ത പോലെ തന്നെ 2400-നെ 48 വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് സ്പിന്നിങ്ങിൽ എഴുതും. ദെൻ നെക്സ്റ്റ് 36, വേവിങ്ങിന്റെ എത്രയാണ്? 36 ആണ്. സ്റ്റോസിന്റെ 24 ആണ്. ടൈം കീപ്പിങ്ങിന്റെ 12 ആണ്. അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ത് ബേസിലാണ്? കോസ്റ്റ് ഓഫ് മെഷീനറി തന്നെയല്ലേ ഡിപ്രിസിയേഷൻ വരുന്നത്? അപ്പം ഇത് തന്നെ ആയതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഇതിന്റെ ബേസ് തന്നെയാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,800 ആണ്. അതിന് ഈക്വൽ ആയിട്ട് ഈ ഒരു റേഷ്യോയിൽ വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 1,800 നമ്മൾ ആദ്യം 48 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. ദെൻ ടോട്ടൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പിന്നിങ്ങിൻ്റെത് 720 കിട്ടും. നെക്സ്റ്റ് 540 കിട്ടും. നെക്സ്റ്റ് 360, ഫൈനൽ 180. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി പറയുന്നത് ലൈറ്റിംഗ് ആണല്ലേ. ലൈറ്റിംഗ് ആണ് അടുത്ത എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 400 ആണ്. ലൈറ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഫ്ലോർ സ്പേസ് അനുസരിച്ചിട്ടാണ് ചില കേസസിൽ മാറാം. ഫ്ലോർ സ്പേസ് അനുസരിച്ചിട്ട് ഫ്ലോർ സ്പേസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 300, 220, 180, 100. ഇതാണ് ഫ്ലോർ സ്പേസിന്റെ റേഷ്യോ. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 150, 110, 90, 50. കാരണം ഇവിടെ റേഷ്യോ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഈ 400-നെ അവരുടെ റേഷ്യോ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈക്വൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിന് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2,000 ആണ്. 2,000. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബേസ്, ഇൻഷുറൻസിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? കാരണം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരിക? സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ് അതിന്റെ ബേസ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ തന്നിട്ട് ലാസ്റ്റ് ആണ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന്. അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് എത്രയാ? 30,000, 80,000, 12,000. അത് നമുക്ക്
ചെറുതാക്കിക്കൂടെ? കാരണം കോമൺ ആയിട്ട് 30 വരുന്നുണ്ട് മൂന്നിലും. ടൈം കീപ്പിങ്ങിന് എന്ത് കൊടുക്കുന്നില്ല? ഇൻഷുറൻസിന്റെ എമൗണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മൂന്നിലും എന്ത് വരുന്നുണ്ട്? കോമൺ ആയിട്ട് 30 വരുന്നുണ്ട്. അതിനെ നമ്മളൊന്ന് ഷോർട്ടാക്കി ചെറുതാക്കി എഴുതുമ്പോൾ 30, 80, 12 ഇങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ? ഇനി 2000 ഈ മൂന്നിനും, കാരണം ടൈം കീപ്പിങ്ങിന് എന്തില്ല? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മൂന്നിനും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ 1000, സെക്കൻഡ് വൺ 600, തേർഡ് വൺ 400. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത്? 600 ആണ് എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പൊ അത് ഏത് ബേസിലാണ്? എംപ്ലോയി എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഏത് ബേസ് ആണ് എടുക്കുന്നത്? ഡയറക്റ്റ് ബേസ് ആണ് എടുക്കുന്നത്. ഡയറക്റ്റ് വേജിന്റെ റേഷ്യോ പറഞ്ഞാല് 60,000, 12,000, 8,000, 4,000. അതിന് നമുക്ക് കോമൺ ആയിട്ട് 30 വരുന്നുണ്ട്. ആ 30 ഒഴിവാക്കി നമുക്ക് ഷോർട്ടാക്കി ചെറുതാക്കി എഴുതുമ്പോൾ 60, 12, 8 ആൻഡ് 4. ഓക്കെ അല്ലേ? ഈ റേഷ്യോ വെച്ചിട്ട് ഈ 4 ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 600 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ ഇതിന്റെ ടോട്ടൽ എത്രയാണോ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്പിന്നിങ്ങിന്റെ എമൗണ്ട് കിട്ടും. എത്രയാണ്? 240. നെക്സ്റ്റ് എമൗണ്ട് കിട്ടും 180. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് എനർജിയാണ്. എനർജി അതിന്റെ ടോട്ടൽ എമൗണ്ട് പറയുന്നത് 3600 ആണ് അല്ലേ? ആണ്. അപ്പൊ എനർജി നമുക്കറിയാം എന്ത് ബേസിലാണ്? എനർജി മീൻസ് മെഷീൻസിന്റെ കോസ്റ്റ് ബേസിലല്ലേ കൊടുക്കുന്നത്. അപ്പം എനർജി എന്നുള്ളടത്ത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് മെഷീൻസ് ആണ്. കോസ്റ്റ് ഓഫ് മെഷീൻസിന്റെ റേഷ്യോ തന്നിട്ടുള്ളത് നമ്മളിവിടെ കണ്ടില്ലേ? കോസ്റ്റ് ഓഫ് മെഷീൻസ് അത് നമ്മൾ ഷോർട്ടാക്കി എഴുതിയ പോലെ തന്നെ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. 48, 36, 24, 12. ഇനി ഇത് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നിനും അതിന്റെ റേഷ്യോ ബേസ് ചെയ്തിട്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ റെന്റിൻ്റെത് എടുക്കുക എക്സാമ്പിൾ ആയിട്ട്. റെന്റിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4000 ആയിരുന്നു അല്ലേ? പിന്നെ അത് എന്ത് ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്? ഫ്ലോർ ബേസിലാണ്. ബേസിലാണ് എന്തത് അപ്പോർഷൻ ചെയ്യേണ്ടത്. അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? ഫ്ലോർ ബേസിൽ അപ്പോർഷൻ ചെയ്യുമ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 300, 220, 180, 100. ഇതാണ് അതിന്റെ റേഷ്യോ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? ടോട്ടൽ നമുക്ക് 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 4 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് കാറ്റഗറിക്ക് 300, സെക്കൻഡിന് 220, തേർഡിന് 180, ഫോർത്തിന് 100. ഓക്കെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്പിന്നിങ് ആണ്. സ്പിന്നിങ്ങിന്
300 വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ സ്പിന്നിങ്ങിന്റെ 300 എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 4000 ഇൻറ്റു ഈ 300 ഡിവൈഡഡ് ബൈ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 800 ആണ്. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 800 ആണ്. അതിന്റെ ഡിവൈഡ് ചെയ്യുക, 800 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1500 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ സ്പിന്നിങ്ങിൻ്റെതാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഓരോരുത്തരും എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. എനർജി 3600 ആണ്. റേഷ്യോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്പിന്നിങ്ങിന് 1440 കിട്ടും, 1080 കിട്ടും, 720 കിട്ടും, 360 കിട്ടും. ഇനി അടുത്തത് എനർജി കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താ? എനർജി കഴിഞ്ഞാൽ സൂപ്പർവിഷൻ ആണ് അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മൾ സൂപ്പർവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അതെ, സൂപ്പർവൈസ് എങ്ങനെ ചെയ്യേണ്ടത്? വർക്കേഴ്സിനനുസരിച്ചിട്ടല്ലേ സൂപ്പർവൈസ് വേണ്ടിയത്. അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് വരുന്നത് ബേസ് ആയിട്ട്. നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ തന്നിട്ടുണ്ട് 48, 32, 24 and 60. ഓക്കെ, ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 6000 അല്ലേ? ഈ എമൗണ്ട് നമുക്ക് ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് റേഷ്യോ 48 ആണ്. 6000 ഇൻറ്റു 48, ഇതിന്റെ ടോട്ടൽ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2400 എന്ന് കിട്ടും. അടുത്തത് 1600 എന്ന് കിട്ടും. നെക്സ്റ്റ് 1200, 800. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസിന്റെയും ബേസ് അനുസരിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ എമൗണ്ട്. ഇനി ഇതിന്റെ ടോട്ടൽ കാണണം. എല്ലാ കോളത്തിന്റെയും എന്ത് കാണണം? ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോളത്തിന്റെ എല്ലാ ടോട്ടലും കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20,800 വരും. സ്പിന്നിങ്ങിൻ്റെ ടോട്ടലൈസ് ചെയ്യുമ്പോൾ 8,400 വരും. ദെൻ വീവിങ്ങിൻ്റെ ടോട്ടലൈസ് ചെയ്യുമ്പോൾ 5,930 വരും. സ്റ്റോഴ്സിൻ്റെത് ടോട്ടലൈസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,000. ഇവിടെ ടോട്ടൽ എഴുതാൻ മറന്നുപോയേ. ഇനി നമ്മൾ ടോട്ടലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ എമൗണ്ട് എഴുതി. ഇതിൻ്റെ 4,270 വരും. ഇത് ടോട്ടലൈസ് ചെയ്യുമ്പോൾ 2,190. അപ്പം ഇത്രയാണ് നമ്മുടെ ഓവർ ഹെഡിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഓവർ ഹെഡ് ഓരോ ഡിപ്പാർട്ട്മെന്റും, നമുക്ക് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എമൗണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. നമുക്ക് ആ ബേസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തത്, ഇനി ഇതില് ആ ഒരു പ്രോബ്ലം കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് എന്താ പഠിച്ചത്? ഓവർ ഹെഡിന്റെ ഡിപ്പാർട്ട്മെന്റ് വൈസ്, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് റീഅപ്പോർച്ച്മെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എനിക്ക് ഇതുവരെ പറഞ്ഞ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് റീഅപ്പോയിന്റ്മെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് അല്ലേ?
അതല്ലേ ഇനി പറയാന്. അപ്പൊ ഇനി പറയുന്നത് അതിലെന്താണ് റീ അപ്പോയിന്റ്മെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്? റീ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോയിന്റ്മെന്റ് നമ്മൾ എന്താന്ന് പഠിച്ചല്ലേ? അപ്പം നമ്മൾ ഓവർ ഹെഡ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓവർ ഹെഡ് പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അലോക്കേറ്റും അപ്പോയിന്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു എന്ത്? റീ അപ്പോഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓവർ ഹെഡ് കോസ്റ്റ്സ് എല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീ അപ്പോഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അതിലെന്താ ചെയ്യുന്നത്? അതിലുള്ള കോസ്റ്റ് എല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാണ്? ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതിന് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? ആദ്യം പഠിച്ചത് അപ്പോർഷൻമെന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അതിന് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പൊ പഠിക്കാൻ പോണത് റീ അപ്പോർഷൻമെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അതിന്റെ ഒരു ബേസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്തുണ്ട്? ഓരോ എക്സ്പെൻസിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിലാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്തുണ്ട്? അതിന് ഓരോ അപ്പോർഷൻമെന്റ് ചെയ്യേണ്ട ബേസസ് ഉണ്ട്. അപ്പം അതിൽ നോക്കൂ, പെർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏതൊക്കെ ബേസിലാണ് അപ്പോർഷൻമെന്റ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പർച്ചേസ് ഡിപ്പോസിഷൻ, അതല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെയാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബേസസ് എന്ന് പറയുന്നത്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിനും കുറച്ച് ബേസസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻസ് ഓർ വാല്യൂ ഓർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഇനി ടൈം കീപ്പിംഗിന്റെ അതുപോലെ തന്നെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, പവർ ഹൗസ്, ഇൻസ്പെക്ഷൻ, ഡ്രോയിങ് ഓഫീസ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്സ്, ടൂൾ റൂം, ഇന്റേണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും കാര്യങ്ങളും പറയുന്നുണ്ട് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സും. അതുപോലെ തന്നെ അതിന്റെ അപ്പോർഷൻമെന്റ് ചെയ്യുന്ന ബേസിസും പറയുന്നുണ്ട്. ഇതും എന്ത് ചെയ്യണം? പഠിക്കുക തന്നെ വേണം. ഇനി നെക്സ്റ്റ് പറയാൻ വേണ്ടി പോണത് എന്താണ്? മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻമെന്റ്. നമ്മൾ അപ്പോർഷൻമെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ്ലി രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് എന്താണ്? പ്രൊഡക്ഷൻ. നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻമെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ഹെഡില് നമ്മൾ ആദ്യം അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ആദ്യത്തേത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺലി ആണ്. അടുത്തത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റും. ആ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് നോൺ റെസിപ്രോക്കലും അടുത്തത് റെസിപ്രോക്കലും. ആ റെസിപ്രോക്കലിൽ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്. സിമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡും ട്രയൽ ആൻഡ് എറർ മെത്തേഡും. ഇതിൽ പറയുന്ന ഓരോ മെത്തേഡിലും നമുക്ക് എന്തുണ്ട്? പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിലൊരു നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ്? വൈൽ പ്രിപ്പയറിംഗ് ദി ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ആൾ ഡയറക്ട് എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ ടേക്കൻ ഇൻടു എ അക്കൗണ്ട് ആസ് ദി ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻഡയറക്ട് എക്സ്പെൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്താ പറയുന്നത്? നമ്മൾ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ എല്ലാ ഡയറക്ട് എക്സ്പെൻസസും സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും എവിടെയാണ് എടുക്കുന്നത്? ഇൻടു അക്കൗണ്ട് ദി ടോട്ടൽ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് അതിന്റെ എല്ലാ ടോട്ടൽ എക്സ്പെൻസസും ആയിട്ടാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്നത്. ആർ ഇൻഡയറക്ട് എക്സ്പെൻസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇൻഡയറക്ട് എക്സ്പെൻസിന് എന്താണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ബട്ട് നോട്ട് ബി ടേക്കൺ ഡയറക്ട് എക്സ്പെൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻടു അക്കൗണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഡയറക്ട് എക്സ്പെൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നില്ല? എടുക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് അപ്പോർഷൻമെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. അതിലെന്തൊക്കെയാ പറയുന്നത്?
In the process of overhead distribution, once the primary distribution, allocation and apportionment to both the production and service department is completed, the next step is called secondary distribution. അതിലെന്താ പറയുന്നത്? ഓക്കെ, അതായത് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷനിലെ പ്രോസസ്സിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞത്? അലോക്കേഷനും അപ്പോർച്ച്മെന്റും ചെയ്തിട്ടാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെയും സർവീസ് ഡിപ്പാർട്ട്മെന്റിലെയും അലോക്കേഷനും അപ്പോർച്ച്മെന്റും ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുള്ളത്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. In this method, the overhead of service department are apportioned only to production department. ഈ മെത്തേഡില് ഓവർഹെഡ് എന്ന് പറയുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർഹെഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അപ്പോർഷൻ ചെയ്യുന്നത്. ആൻഡ് നോട്ട് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, വേറൊരു ഡിപ്പാർട്ട്മെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അപ്പോർഷൻ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അസ്യൂംഡ് ഹിയർ ദാറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡു നോട്ട് റെൻഡർ സർവീസസ് ടു ഈച്ച് അതർ. അതായത് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെയും സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബേസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇനി each service department overheads are distributed to production department. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെയും ഓവർഹെഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തിലേക്ക്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ സ്യൂട്ടബിൾ അപ്പോർച്ച്മെന്റ് ബേസിസ്. എന്ത് ബേസിലാണ്? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്പോർച്ച്മെന്റ് ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? നമ്പർ ഓഫ് എംപ്ലോയീസ്, ഡയറക്ട് വേജസ്, ഫ്ലോർ ഏരിയ, ലൈഫ് പോയിന്റ്സ്, പവർ കൺസപ്ഷൻ എക്സെട്ര എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സേ there are two service department. എങ്ങനെയുണ്ട്? രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോഴ്സ് ആൻഡ് ടൈം കീപ്പിംഗ്. ആൻഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സ്പിന്നിങ് ആൻഡ് വേവിംഗ്. ഓവർഹെഡ്സ് ഇൻകർഡ് ബൈ സ്റ്റോഴ്സ് ആൻഡ് ടൈം കീപ്പിംഗ്. ഓവർഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോഴ്സിലേക്കും ടൈം കീപ്പിംഗിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകേർഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? സൂപ്പർവിഷനും റൈറ്റനിങ്ങും ഒക്കെ. പിന്നെ എക്സെട്ര ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി ടു സ്പിന്നിങ് ആൻഡ് വേവിംഗ്. അത് എന്തിലേക്ക് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്പിന്നിങ്ങിലേക്കും വേവിങ്ങിലേക്കും. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇഗ്നോറിങ് എനി മ്യൂച്വൽ സർവീസ്. ബാക്കി വരുന്ന സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ എന്താണ്, ഇഗ്നോർ ചെയ്യാണ്. അപ്പൊ ഇത്രയാണ് ആ ഒരു മെത്തേഡിൽ പറഞ്ഞത്. നമ്മളിപ്പോ പറഞ്ഞത് അപ്പോർച്ച്മെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു കേസിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്. ആ പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഭാഗമാണ് എന്ത്, അപ്പോർച്ച്മെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോർച്ച്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നിങ്ങൾ കറക്റ്റ്ലി ആക്കണം. അപ്പം ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.